എൻ്റെ കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു ബീഫ് വറുത്തുന്നതാണ് കാണിക്കുന്നത്. അതിന് വേണ്ടി 1 കിലോ ബീഫ് നല്ലവണ്ണം വിനാഗിരി ഉപ്പുമൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കി വെച്ച് വെള്ളം തോരാൻ വെച്ചിട്ടുണ്ട്. അടുത്ത് ഇതിലേക്ക് ആവശ്യത്തിന് 2-3 സവാള അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, കറിവേപ്പില, ആവശ്യത്തിന് ഉപ്പ് പൊടി, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, കുരുമുളക് പൊടി 2 സ്പൂൺ. കുരുമുളക് പൊടി ഇടുന്നതിലാണ് ടേസ്റ്റ് വറട്ടണേന്. ഇനി നമുക്ക് അടുപ്പിൽ വെച്ച് 4-5 വിസിൽ ഏൽപ്പിക്കാം. ഓരോരുത്തരെ കുക്കറിനനുസരിച്ചിരിക്കും. ട്രിക്ക് കാണിക്കുകയാണ്. നമ്മൾ എടുത്ത് കളയുന്ന കുപ്പികൾ, വലിച്ചെറിയുന്ന കുപ്പികൾ എന്ത് ചെയ്യണമെന്ന്. അതിൽ ഈ ഭാഗം എടുത്തിട്ട് ഈ അടപ്പങ്ങ് തുറക്കണം. തുറന്നതിന് ശേഷം നമ്മളൊരു തോര ഇട്ട് കൊടുക്കണം. ചൂടാക്കി ഒരു തോര നമ്മൾ ഇട്ട് കൊടുക്കണം. നല്ല ഉപയോഗമുള്ളൊരു ട്രിക്കാണ്. ഇവിടെ ഇങ്ങനെ തൂക്കിയിട്ടതിന് ശേഷം പാത്രം കഴുകുന്ന കമ്പി, സ്പോഞ്ച്, നമ്മൾ പാത്രം കഴുകണേൻ്റെ ആ സിങ്കിൻ്റെ അവിടെ ഇങ്ങനെ ഇട്ടിരുന്നാൽ മതി. ഈ വെള്ളം ഇതുവഴി അങ്ങ് പൊയ്ക്കോളും. ഇത് അടയ്ക്കരുത്, ഈ അടപ്പടയ്ക്കരുത്. ചെയ്ത് നോക്കണം, ഭയങ്കര ഉപയോഗമാണ്. കണ്ട, ഈ വെള്ളം ഇതുവഴി പോവും. നമ്മളിത് പിഴിഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ചീനച്ചട്ടി, അതായത് ഇരുമ്പിലെ ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ആവശ്യത്തിന്. കൂടുതൽ എണ്ണ വേണം. അതിലേക്ക് തേങ്ങ ഇങ്ങനെ അരിഞ്ഞത് നമുക്കിട്ട് മൂപ്പിച്ചിഞ്ഞ് കോരിയെടുക്കാം, വറുത്ത് കോരിയെടുക്കാം. ഇനി തേങ്ങ നല്ലവണ്ണം മൂത്ത് ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇനി കോരിയെടുക്കാം. കോരിയെടുത്ത് നനവില്ലാത്ത ഒരു പ്ലേറ്റിൽ വെക്കണം. എണ്ണയിൽ പട്ട, ഗ്രാമ്പൂ, ഉലുവ ഒക്കെ ഇട്ട് നമുക്ക് സവാളയും മൂപ്പിക്കാം. നമുക്ക് ആദ്യം ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ പൊട്ടിത്തുടങ്ങി പട്ട ഇട്ട് കൊടുക്കാം. പട്ട പൊടിഞ്ഞു പോയി. ഒരു 3 ഏലക്ക, 2-3 ഗ്രാമ്പു ഇട്ടിട്ട് സവാള ഇട്ട് കൊടുക്കാം. സവാള ഇത്തിരി ഉപ്പും ഇട്ട് ഒന്ന് വാടി വരട്ടെ. ഇതൊന്ന് വാടി വന്ന് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത്, കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടാം. ഇതിൽ തക്കാളി ചേർക്കൂല, നമുക്ക് വഴറ്റാനുള്ളതുണ്ട്, വറത്തിയെടുക്കാനുള്ളതുണ്ട്. ഇതിൽ ചേർക്കാൻ വേണ്ടി നമുക്ക് മല്ലിപ്പൊടി 2-3 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചാണ് ഞങ്ങൾ കുരുമുളക് ഇട്ടാണ് ഇവിടെ ബീഫ് വേവിച്ചത്. പിന്നെ പെരിഞ്ചീരകവും പട്ടയും ഗ്രാമ്പും എല്ലാം കൂടെ പൊടിച്ചതും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കാം. ഈ ചൂടാക്കി വെച്ചിരിക്കുന്ന പൊടിയെ നമുക്ക് സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ വറുത്തിയിലോട്ട് ഇടാം. ഇത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന, കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി എടുത്തിട്ട് കൊടുക്കാം. ബീഫ് എടുത്തിട്ട് നല്ലവണ്ണം വറട്ടണം. മൂടി വെച്ച് നമുക്കൊന്ന് വേവിക്കാം. നമുക്ക് ഇവിടെ മല്ലിയിലയും കറിവേപ്പിലയും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം. നല്ലവണ്ണം
കറുത്ത് നല്ല കറുത്ത് പുക കാരണം കാണാൻ വയ്യ. കറുത്ത് നല്ല റോസ്റ്റായി വന്ന് ഞാൻ കഴിക്കില്ല എങ്കിലും ഞാൻ വെക്കും. എല്ലാവരും ചെയ്ത് നോക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എപ്പോഴും പറയും പോലെ അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ചെയ്യുന്നതാണ്. നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കണം.